അപ്പോൾ ഇന്നലെ നിർത്തിവെച്ച ഡ്രോപ്പ് സ്റ്റോറിൻ്റെ പാർട്ട് 2 ആണിത്. ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ കുറച്ച് യുണീക്കായിട്ടുള്ള പേൾസൊക്കെ ഈ പേൾസ് വെച്ച് ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ബാക്കി വരുന്നതാണ്. ഇതുപോലൊക്കെ യുണീക്കായിട്ടുള്ള ബീഡ്സ് വാങ്ങിയത് കുറച്ചൊക്കെ സെയിൽസ് നടന്നതിന് ശേഷമാണ്. ഇതിൽ പിന്നെ മസ്റ്റായിട്ട് ഒരു ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും കുളത്തും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ 2 ബോക്സ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതിലൊന്ന് കഴിഞ്ഞ് പിന്നെ രണ്ടാമതാണത്. അതുപോലെ തന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്ന ത്രെഡ്സ്. ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. പല ബ്രേസ്ലെറ്റിനും കളർ അനുസരിച്ചിട്ട് ഞാൻ ത്രെഡ്സ് യൂസ് ചെയ്തിരുന്നത്. പലതും ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബ്ലൂ ഒക്കെ ഒരു ലെയർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ത്രെഡ്സൊക്കെ ഞാൻ ഇമ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു ബ്ലൂ ഉണ്ട്. ഈ ബ്ലൂ ഞാൻ തീരെ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു കളറ് ബ്രേസ്ലെറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ ഇതാണ് ബാക്കി വരുന്ന കുറച്ച് ബീഡ്സ് കേട്ടോ. ഇത് ഞാൻ മിക്സ്ഡ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ പല ബീഡ്സും കുറച്ച് ഉള്ളൂ കേട്ടോ. അതാണ് ഇത്ര ചെറുതായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ലോക്കറ്റ് എൻ്റെ അടുത്തുണ്ട്, ഒരു ഈവിളൈൻ്റെ ലോക്കറ്റ്. പിന്നെ ഈ ബോക്സിൽ ഞാൻ കുറേ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചതാണ്. കൂടുതലും ഇതിൽ ഷുഗർ ബീഡ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ ഞാൻ കുറേ യൂസ് ചെയ്തതാണ്. പിന്നെ ബാക്കി വരുന്നൊക്കെ അതിലിടും. അതുപോലെ തന്നെ ഈ ഒരു ബൗളിലും ബാക്കി വന്ന കുറച്ച് ചാംസും ബീഡ്സൊക്കെ ഇട്ട് വെച്ചിട്ടാണ്. ഇതായിരുന്നു ഞാൻ പാക്ക് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന കവർ. ഇതിപ്പോൾ കുറച്ച് എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ഇങ്ങനെ മെറ്റീരിയൽസൊക്കെ കുറച്ചായ ശേഷമാണ് ഞാൻ എൻ്റെ ബിസിനസ് ഡ്രോപ്പ് ചെയ്തത്. ഈ കുറച്ച് മെറ്റീരിയൽസിന് എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ഐഡിയ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളി. നമുക്കതുപോലെയൊക്കെ ചെയ്യാം.